കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പുത്രത്വം എന്ന വിഷയമായിരുന്നു. അതിൻ്റെ സമാപനമായി ധാരാളം ചിന്തകൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്നേഹനിധിയായ പിതാവ് വീട് വിട്ടുപോയ ഇളയ മകനെ സ്വീകരിക്കുന്നു. അപ്പോൾ തന്നെ വീട്ടിലുള്ള മൂത്ത മകനെ സ്നേഹിച്ച് താൻ ചേർത്ത് പിടിക്കുന്നു. രണ്ടുപേരോടും തിരസ്കരണങ്ങളില്ല, അവഗണനയില്ല, പുറത്താക്കലുകളില്ല, ശിക്ഷണങ്ങളില്ല, വിരുദ്ധമായ മനോഭാവങ്ങളിൽ പിതാവ് രണ്ടു മക്കളോടും ഇടപെടുന്നില്ല. ഒരു പിതാവുണ്ട്, ഒരു വീടുണ്ട് എന്ന് അന്വേഷിച്ച് മടങ്ങി വരുന്ന മകൻ അവൻ്റെ മടങ്ങി വരുവനെ മാനസാന്തരമായി കണ്ടുകൊണ്ട് ആ പിതാവ് മകനെ പുത്രത്വത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നു. ഇളയ മകൻ്റെ ഏറ്റുപറച്ചിലും മാനസാന്തരവും മടങ്ങിവരവും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പിതാവ് ആ മകനെ പുത്രൻ എന്ന പദവിയിലേക്ക് സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതിൻ്റെ സ്ഥാനീയത, ആ പദവിയുടെ അവകാശങ്ങൾ വീണ്ടും അനുവദിച്ചു കൊടുക്കുന്നു. മടങ്ങി വരുന്ന മകന് ഇതിനൊന്നും അർഹനല്ല, യോഗ്യനല്ല, തനിക്ക് ഇനി അവിടെ ലഭിക്കേണ്ടതായിട്ടൊന്നുമില്ല. പിതാവിൽ നിന്നെല്ലാം തനിക്ക് ലഭിച്ചതാണ്. തന്റെ സമ്പാദ്യങ്ങളും സ്വത്തുക്കളും തനിക്ക് ലഭിക്കേണ്ട വസ്തുവകളുമെല്ലാം മുൻകൂട്ടി കാലേക്കൂട്ടി പിതാവിൽ നിന്ന് വാങ്ങി കടന്നുപോയവനാണ്. പക്ഷെ അപ്പന്റെ വീട്ടിൽ നിന്ന് ദൂരം കൂടുന്തോറും അപ്പന്റെ സ്നേഹത്തിൽ നിന്ന്, അപ്പന്റെ നിയന്ത്രണത്തിൽ നിന്ന്, അപ്പന്റെ കർത്തൃത്വത്തിൽ നിന്ന്, ആ പിതാവിന്റെ വിധേയത്വത്തിൽ നിന്ന് ദൂരെ അകന്ന് സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ചപ്പോൾ ആദ്യം സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, പിന്നത്തേതിൽ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതോടുകൂടി സ്വഭാവം നഷ്ടപ്പെടുന്നു, ക്യാരക്ടർ. ആ പിതാവിന്റെ മകൻ എന്നുള്ള പദവി താൻ അവഗണിച്ചുകൊണ്ട് മറ്റു പൗരന്മാരെ, മറ്റ് യജമാനന്മാരെ, അല്ലെങ്കിൽ ആ ദേശത്തെ ഏറ്റവും ഉന്നത സ്ഥാനീയനായ മറ്റാരെയോ ആശ്രയിച്ച് ആരുടെയോ കാരുണ്യത്തിൽ ജീവിക്കുവാൻ താൻ വിധിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, പിതാവിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാ മക്കൾക്കുമുള്ള ഒരു അനുഭവ പാഠമാണിത്. നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് അവകാശങ്ങൾക്ക് വേണ്ടിയും സ്വത്തുക്കൾക്ക് വേണ്ടിയും ന്യായമായി ലഭിക്കേണ്ട നിങ്ങൾക്ക്, അത് ജന്മഭൂമിയാകട്ടെ, പിതൃസ്വത്താകട്ടെ, അവകാശങ്ങളാകട്ടെ, എന്തുമാകട്ടെ, പിതാവിൽ നിന്ന് നിർബന്ധിച്ച് വാങ്ങുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ആ പിതാവ് അനുഭവിച്ച് പഠിക്കുവാൻ അവനെ അനുവദിക്കുക. നിർബന്ധം കൂടുന്ന ഓരോ സ്ഥലങ്ങളിലും അനുഭവിച്ച കാര്യങ്ങൾ പഠിക്കുവാൻ മുൻപോട്ട് വിടുന്ന പിതാവിനെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഈ മകൻ ഇപ്പോൾ പിതാവിൻ്റെ ഇഷ്ടമോ, പിതാവിൻ്റെ ഹിതമോ, പിതാവിൻ്റെ ആജ്ഞയോ, പിതാവിൻ്റെ നേതൃത്വമോ, പിതൃഭവനമോ അതിൽ താൻ തൃപ്തനല്ല. അല്ലെങ്കിൽ പിതാവിനോടുള്ള ജീവിതം തന്നെ ഒട്ടും സംതൃപ്തനാക്കുന്നില്ല. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെ ആഗ്രഹം തന്നെ ഒരു മുടിയനായ പുത്രനാക്കി. വീട്ടിൽ വെച്ച് ആ മകൻ ഈ പിതാവിൻ്റെ വാത്സല്യഭാജനമായിരുന്നു, ഓമനപുത്രനായിരുന്നു, തൻ്റെ എല്ലാ അവകാശങ്ങളുടെയും പങ്കാളിയായിരുന്നു. ആ പിതാവിൻ്റെ എല്ലാ സന്തോഷവും തൻ്റെ മക്കളുമായിട്ടാണ് താൻ പങ്കിട്ടത്. എന്നാൽ ഇപ്പോൾ ഈ മകനായിരിക്കുന്ന ദുരന്തം, ഏറ്റവും ശോചനീയമായ സാഹചര്യം നിങ്ങൾ തിരിച്ചറിയണം. ഞാനിവിടെ ഇന്ന് രാവിലെ വ്യക്തമാക്കുന്നത് പിതൃത്വവും പുത്രത്വവുമാണ്. പുത്രത്വം അവനെ പിതാവിനുള്ള നിയന്ത്രണത്തിൽ നിന്നും, അധികാരത്തിൽ നിന്നും, അല്ലെങ്കിൽ കീഴ്പ്പെടലിൽ ഉള്ള അനുസരണത്തിൽ നിന്നും എന്നതൊക്കെയുമായി ദൂരമേ അകറ്റി സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുവാൻ അവൻ്റെ സ്വയം അവനെ നിർബന്ധിച്ചു. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ പര്യവസാനം ഒരു വലിയ ട്രാജഡി, ദുരന്തം, എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദുഃഖപുത്രനെ പോലെ. ഇനി നിന്റെ മകൻ ഇത് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു യോഗ്യതയും പറയാൻ ഒരു മെറിറ്റുകളും ഇനിയും ബാലൻസ് ഇല്ല, അവശേഷിക്കുന്നില്ല. അവിടെ ദൂരവേ ദേശത്ത് തനിക്കിപ്പോൾ സൗഹൃദങ്ങളും കൂട്ടുകാരും ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആരുമില്ല. ഇപ്രകാരമുള്ള ധൂർത്തുപുത്രന്മാർ ചെന്ന് അവസാനിക്കുന്നത് പന്നിക്കൂട്ടങ്ങളിലാണ്. അവിടുത്തെ ഭക്ഷണം പോലും തിന്നുവാൻ ആഗ്രഹിച്ചെങ്കിലും അതുപോലും അവന് നൽകുവാൻ ആരും തയ്യാറായില്ല. അവനുള്ളതെല്ലാം മറ്റുള്ളവർ അവകാശമാക്കി പിടിച്ചു പറിച്ച് അവസാനം സ്വത്തുക്കളും വരുമാനങ്ങളും സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ കൂട്ടുകാരും സ്നേഹിതരും മറ്റുള്ളവരും അവനെ വെറുത്തു. പ്രിയരെ, ഇത് നമുക്ക് വലിയ ഒരു അനുഭവപാഠമാണ്. പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ താല്പര്യം, പിതാവിനുള്ളത്, പിതാവിൻ്റെ വീട്, പിതാവിൻ്റെ വീട്ടിലെ സമൃദ്ധി, അവിടുത്തെ സന്തോഷം, അവിടുത്തെ ഉല്ലാസം, പിതാവിൻ്റെ ധനം, പിതാവിനുള്ള സകല ഭൗതിക സമൃദ്ധിയും ന്യായമായി എൻജോയ് ചെയ്യുവാൻ അവകാശിയായ മകൻ ഇന്ന് അവന്റെ ജീവിതം പരാജയപ്പെട്ടു. നിരാശയുടെ പടികുടിയിൽ അവൻ കിടക്കുകയാണ്. പക്ഷെ ഒരു വാക്യം ദൈവാത്മാവോട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവന് സുബോധമാണ്. ഈ സുബോധമാണ് പിതാവിന്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ. പിതാവിന്റെ വീട്, പിതാവിന്റെ ജോലിക്കാര്, അവിടുത്തെ കൂലിക്കാരുടെ സ്ഥിതി, അവിടുത്തെ ദാസന്മാര് പോലും ആഹാരം തിന്ന് ശേഷിപ്പിക്കുന്നു. മേത്രമായ അവിടുത്തെ അനുഭവങ്ങൾ, ആ വീട്ടിലെ അവന്റെ പദവി. ഇപ്പോൾ ചിന്തിക്കുന്ന യാതൊരു കാര്യത്തിലും അവൻ അർഹനല്ല. പക്ഷേ കൃപ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത തലത്തും സ്ഥാനത്തും പകരപ്പെടുന്ന ആനുകൂല്യമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഒന്നും ലഭിക്കുകയില്ല. പക്ഷേ അയോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കാണിക്കുന്ന കരുണ, അതാണ്
ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മടങ്ങി വരുന്ന മകന് വേണ്ടി പിതാവ് ഒരുക്കുന്ന വിഭവസമർത്ഥമായ തീന്മേശി, നൃത്തവും വാദ്യമേളങ്ങളും ആനന്ദഘോഷവും അവിടുത്തെ ആർപ്പും ആ വീട്ടിൽ ഇന്ന് കാണുന്ന എല്ലാവിധമായ ഉല്ലാസങ്ങളും മടങ്ങി വരുന്ന മകനെ സ്വീകരിക്കുവാൻ ആ വീട് ഇന്ന് തയ്യാറായി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നാം പുത്രത്വം പഠിക്കുമ്പോൾ പിതൃത്വം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കൊരു പിതാവുണ്ട്. വിട്ടുപോയാലും നിങ്ങളെ വിട്ടുപിരിയാത്ത, നിങ്ങൾ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ തള്ളിക്കളയാത്ത, നിങ്ങൾ അകന്നു പോയാലും നിങ്ങളോട് അകലാത്ത, പിതാവിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ദൂരം കൂടിയാലും നിങ്ങളോട് അടുത്തു വന്ന് നിങ്ങളുടെ അകലം കുറയ്ക്കുന്ന ഒരു പിതാവ്. ഈ പിതൃത്വം നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ പുത്രത്വത്തിന്റെ വിജയം, അല്ലെ അതിന്റെ മഹത്വം, അതിന് അനുഗ്രഹം അവശേഷിക്കും. ഇപ്പോഴും പിതാവിന് ഈ ഇളയ മകനെ ഉൾക്കൊള്ളാൻ കഴിയും, സ്വീകരിക്കാൻ കഴിയും, കൊടുക്കുവാൻ കഴിയും. പക്ഷെ വീട്ടിലെ മൂത്ത മകന് ഉൾക്കൊള്ളുവാനോ സ്നേഹിക്കുവാനോ ചേർത്ത് പിടിക്കുവാനോ അംഗീകരിക്കുവാനോ എൻ്റെ സഹോദരൻ എന്ന് വിളിക്കുവാൻ പോലും അവന് കഴിയുന്നില്ല. എന്താണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത്? നിന്റെ ഈ മകൻ. യഥാർത്ഥത്തിൽ നിന്റെ ആരാണ്? ഇത് നിന്റെ സഹോദരനാണ്. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും നമ്മുടെ കുടുംബത്തിലെയോ സഭയിലെയോ കൂട്ടായ്മയിലെയോ മൂത്തവരായി തീരരുത്. അവരും പന്തിഭോജനശാലയിലേക്ക് വരട്ടെ, അവരും ഭക്ഷിക്കട്ടെ, അവരും പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ, അവരും ദൈവങ്ങളുടെ മഹത്വം അനുഭവിച്ചറിയട്ടെ. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ ഒന്നും എടുത്ത് മറ്റാർക്കും പങ്കുവെക്കുന്നില്ല. ആ പിതാവ് എന്താണ് മൂത്ത മകനോട് പറഞ്ഞത്? ഇളയ മകനോട് പറയാത്ത രഹസ്യം മൂത്ത മകനോട് പറഞ്ഞു, എന്റേതെല്ലാം നിന്റേത്. ഒരിക്കലും വീട് വിട്ടുപോയ ഇളയ മകനോട് പറഞ്ഞില്ല എന്റേതെല്ലാം നിന്റേത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവേശുള്ളതിനെല്ലാം അവകാശി നിങ്ങളാണ്. കർത്താവിനോട് നിങ്ങൾ കൂട്ടാവകാശികളാണ്. പിതാവിനുള്ളതെല്ലാം പുത്രനിലുണ്ട്. ആ പുത്രനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. അതോടുകൂടി നിങ്ങൾക്ക് സകലതും ലഭിക്കും. പ്രിയരെ, നാം പുത്രത്വത്തിന്റെ വളരെ വിപുലമായ ആശയങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഇവിടെ സംഭവിച്ചത്? വീട് വിട്ടുപോയ, ദൂരദേശത്ത് പോയ, ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയില്ലെന്ന് നാം ചിന്തിച്ച ഇളയ മകൻ ഇപ്പോൾ വീട്ടിനകത്തും, അന്ന് രാവിലെ പിതാവിന്റെ ബെഡ്റൂമിൽ നിന്ന് പിതാവിന്റെ വയലിലേക്ക് ദാസന്മാരുടെ യജമാനായി പോയ മൂത്ത മകൻ വീടിന് പുറത്തു. ഒരിക്കലും നാം ഒരു പരീക്ഷരാകരുത്. പാരമ്പര്യ ചിന്താഗതികൾ നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിന്ന്, ചേർത്ത് പിടിക്കുന്നതിൽ നിന്ന് ആരെയും അവഗണിക്കാതിരിക്കുക, തള്ളിക്കളയാതിരിക്കുക, വിധിക്കാതിരിക്കുക, വിമർശിക്കാതിരിക്കുക, വിലയിരുത്താതിരിക്കുക. കാരണം നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് വളർന്നു കിട്ടും. നിങ്ങൾ ജഡത്തിൽ വിതച്ചാൽ നിങ്ങൾക്ക് ജഡത്തിൽ നാശം കൊയ്യുവാൻ അവസരം ലഭിക്കും. നാം വിതയ്ക്കുന്നത് മാത്രമേ നാം കൊയ്യാറുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ആഴമേറിയ സീരിയസ് ആയ ഒരു പഠനമാണ്. നമ്മുടെ ലൈഫിൽ സ്വർഗീയ പിതാവിനോടുള്ള പുത്രന്മാരായ നമ്മുടെ ബന്ധം എപ്രകാരമാണ്, എങ്ങനെയാണ് എന്നുള്ള ചിന്ത ഒരിക്കൽ കൂടി പ്രഭാതത്തിൽ ഓർപ്പിച്ചുണർത്തുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും ഇടയായി. അപ്രകാരം ഒരു അവസരമായിരുന്നു ഈ പ്രഭാത വചന സമയം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.